ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ വികാരമായിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. ഇത് കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നാടൻ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതിലോട്ടുള്ള പത്തിരി റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് മിക്സിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അധികം ലൂസും അധികം ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ദോശത്തവ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ദോശ ചുടുന്ന അതേ രീതിയിൽ തന്നെ പരത്തിയെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ്. ഈ ഒരു അളവിൽ 6 മുതൽ 8 വരെ പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മസാല മേക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് 2 വലിയ ഉള്ളി സ്ലൈസ് ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വന്നാൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിൽ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് എല്ലൊക്കെ മാറ്റി ചെറുതായിട്ട് പിച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നല്ലപോലെ ഉള്ളിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ടൊന്ന് പിടിച്ചോട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു എഗ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/3 കപ്പോളം പാലും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഏതൊരു പാത്രത്തിലാണോ നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കുന്നത് അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പത്തിരി എടുത്തിട്ട് ഇതുപോലെ മുട്ട മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് കൂടുതൽ വലുപ്പം ഉണ്ടെന്ന് വിചാരിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഒന്ന് നമ്മൾ എഗ് മിക്സ്ചർ ഇതിൻ്റെ മുകളിലോട്ട് കൂടെ ഒഴിക്കുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിൽ കൂടി ഒന്ന് മസാല ഇടരുത്, കുറച്ചൊന്ന് വിട്ടിട്ട് വേണം ഇതുപോലെ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഓരോ പത്തിരി എടുത്തിട്ട് എഗ് മിക്സ്ചറിൽ മുക്കിയെടുത്തിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ മസാല വെച്ച് ലെയർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എത്രത്തോളം പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ അത്രയും പത്തിരി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതാ നമുക്ക് ലാസ്റ്റ് പത്തിരിയും ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള എഗ് മിക്സ്ചർ ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ മല്ലിയിലയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മല്ലിയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു ചൂടാക്കിയ ദോശത്തവ അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മൂടിൻ്റെ മുകളിലുള്ള ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. കറക്റ്റ് 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി കിട്ടും. മുകൾ വശം ഇതുപോലെ വിട്ട് വന്നാൽ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയെന്നാണ് കേട്ടോ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ചൂടാക്കിയ ദോശത്തവയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ദോശത്തവ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് കുറച്ച് സമയം മുകൾ വശം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. 1 മിനിറ്റ് താഴെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് വളരെ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സേവ് ചെയ്തൊക്കെ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.